ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എങ്ങനെ അവരെ കൂടെ കൂട്ടാമെന്ന് പറയാനാണ്. അതായത് പറയാനെന്ന് പറഞ്ഞാൽ ഞാനിതിൽ വലിയ അറിവുള്ള ഒരാളൊന്നുമല്ല, എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിലൂടെ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഗാർഡനിങ് ആയാലും ഏതൊരു കാര്യമായാലും നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യാനൊക്കെ ശ്രമിക്കില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അവരെ അതിന് ലെറ്റ് ദം ഡു ഇറ്റ്. അവരെ അത് ചെയ്യാനായിട്ട് സമ്മതിക്കുക. എന്തൊരു കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത് പോലെ നല്ല കാര്യങ്ങളായിരിക്കണം നമ്മളും ചെയ്യുന്നത്. നമ്മളെ ഒരു റോൾ മോഡലാക്കി അവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നല്ലതായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നമുക്ക് മിസ്റ്റേക്സ് പറ്റാം, അത് ഒഴിച്ചാൽ നമ്മൾ ടെൻഡൻ്റായിട്ട് ഓരോ കാര്യങ്ങൾ നല്ലതല്ലാത്ത ചെയ്യാതിരിക്കുക. അവർ നമ്മളെ നോക്കിയാൽ പഠിക്കുന്നതെന്ന് ഓർക്കുക. പിന്നെ ടോയ്സൊക്കെ എടുത്ത് വെക്കാൻ ശീലിപ്പിക്കാം അവരെ. അതുപോലെ അത് ഒരുമിച്ച് നമുക്കും അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഏതെങ്കിലും കളികളുടെ രൂപത്തിൽ നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റിയുടെ ആ ഒരു കാര്യം അവർക്ക് പഠിക്കാനും അറിയാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ ഒരു ടാസ്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവർക്ക് മിസ്റ്റേക്സ് പറ്റും, കാരണം അവർ കുഞ്ഞുങ്ങളാണ്. നമ്മൾ വലിയ ആളുകൾക്ക് പോലും നമുക്കും മിസ്റ്റേക്സ് പറ്റാറുണ്ട്, ഒരുപാട് പ്രാവശ്യം പറ്റാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുക. അവർക്ക് ഉറപ്പായിട്ട് മിസ്റ്റേക്സ് പറ്റും, അത് സാരമില്ല. അവർ അതിലൂടെ പഠിക്കട്ടെ, ആ മിസ്റ്റേക്സിലൂടെ അവർ കാര്യങ്ങൾ പഠിച്ചു വരട്ടെ, അവരതിനെ അനുവദിക്കുക. അതുപോലെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർ ചെയ്യുന്നത് കറക്റ്റാണോ എന്ന് നോക്കാതെ അവരെടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക, നല്ല രീതിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുക. അവരെ പിന്നെ അവർക്കത് ചെയ്യാൻ തോന്നണം, അവരതിലൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളവരെ മാക്സിമം അപ്രിഷ്യേറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം അത് പഠിക്കണം അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട്. അവർ നല്ല രീതിക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത് അവരെ ഒരു നല്ല മൂഡിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ അവർ ചെയ്യുന്ന ഒരു കാര്യം അവരായിട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുക. അതുപോലെ അവരുടേതായിട്ടുള്ള ചോയ്സസ് അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം, അതിനും നമ്മൾ അനുവദിക്കണം. അതിലെല്ലാം റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കതൊന്നും ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടെ എഫേർട്സിനൊക്കെ റിവാർഡ്സൊക്കെ നമുക്ക് കൊടുക്കാം, കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കാം. അവരുടെ പ്രോഗ്രസ്സിനെ നമുക്ക് പ്രേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ വീട്ടിലെ ജോലികളാണെങ്കിലും അവരിതൊക്കെ ഓരോന്ന് ചെയ്ത് പഠിക്കുന്നതിലൂടെ അവർ ലൈഫ് സ്കില്ലാണ് ഡെവലപ്പ് ആവുന്നത്. അവർ ഫ്യൂച്ചറെ ബ്രൈറ്റ് ആക്കാനായിട്ട് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാൻ നമ്മൾ കൂടെ കുറച്ച് എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടുക. എന്നിട്ട് അവരുടെ കൂടെ അവരുടെ വളർച്ചയിൽ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല വഴിയിൽ നയിക്കാനായിട്ട് മാക്സിമം നമ്മൾ അവരുടെ ഒപ്പം നിൽക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാ പാരൻസിനും ഇതെല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.